പാചകക്കാരെന്ത് ചെയ്യണേ? എല്ലാ പ്രവർത്തനം പാചകക്കാരാവട്ടെ. അതെ, പാചകക്കാർ വേണ്ടുവോളം ഭക്ഷണം തയ്യാറാക്കുന്നു, ഭ്രാന്തന്മാരോ അത് മുഴുവൻ തിന്നു തീർക്കുന്നു. നിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൈവവിചാരത്തോടെ ആവട്ടെ. ദൈവം നിന്നെ രക്ഷപ്പെടുത്തിയിരിക്കും. നീ ഭയപ്പെടേണ്ട സഹോദര. എനിക്ക് ഭയം ദൈവത്തെയല്ല, ഇവിടെ ഭക്ഷണം തിന്നു നിൽക്കുന്ന ഭ്രാന്തന്മാരായ ഈ പിശാചുക്കളെയാ. ഇരട്ടച്ചങ്കെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇരട്ട ഭ്രാന്തന്മാർ ആദ്യമായിട്ടാണ്. ദൈവമേ, ഇന്ന് എന്റെ എല്ലാ നെട്ടും പോട്ടും ലൂസാവും. ഭഗവാനേ കാക്കണേ. ഒരു കിനാവിന്റെ വെൺമണൽ താളിൽ നാം എഴുതി മായ്ച്ച തിരവസന്തങ്ങളും ഓർമ്മയിൽ പൂത്തു നിൽക്കുമെൻ പ്രാണനിൽ തീപ്പടർന്നെല്ലു പൊട്ടുന്ന നാൾ വരെ നീ നിറഞ്ഞുള്ളു പൊള്ളിച്ചിരിക്കുമീ നിമിഷമൊന്നതേ ധന്യം നിതാന്തം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഹലോ, ഇവിടെ ഭ്രാന്തന്മാരാരുമില്ലേ? ഒരു ഭ്രാന്തൻ കണ്ടല്ലോ. നീ എന്റെ വീട്ടിലെ പയ്യനല്ലേ? നീ എന്താ ഇവിടെ? ഇവനാരാണ് കയറ്റി വിട്ടത്? എന്റെ ഭ്രാന്തൻ ചേട്ടാ, ഇത്രയും നാളെ ഞാൻ തൊട്ടടുത്ത് താമസിച്ചിട്ടും ഇതുവരെ ഒരു ഭ്രാന്തനെ തൊട്ടടുത്ത് വെച്ചിട്ടുണ്ടല്ല. അതുകൊണ്ട് സെക്യൂരിറ്റി കാണാതെ മതിലാടി വന്നതാ. ആദ്യമായിട്ട് ഒരു ഭ്രാന്തൻ എത്രയും അടുത്ത് വെച്ച് കാണുന്നു. ഇവിടെ കുരുത്തം കെട്ട ചെക്ക, ഞാൻ ഭ്രാന്തനല്ല, ഞാൻ ഇവിടുത്തെ പാചകക്കാരനാ. ഭ്രാന്തനങ്ങൾ, ആക്ച്വലി നിങ്ങൾക്ക് എത്ര നാളായി രോഗം തുടങ്ങിയിട്ട്? ഭ്രാന്തനാങ്ങളോ? എന്റെ ദൈവമേ, ഞാൻ എങ്ങനെ ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും? ഓ, നിനക്ക് പറ്റൊരാളെ വരുന്നത്. നീ അവന്റെ അടുത്ത് നിന്ന് പരിചയപ്പെട്ടോ. ജീവിതാവസ്ഥയുടെ തെറ്റിപ്പോയ സമവാക്യങ്ങളിൽ മരവിച്ച തലച്ചോറുമായി ജീവിക്കാൻ വിധിക്കപ്പെട്ടവനാണ് ഒരു ഭ്രാന്തൻ. അവന്റെ ഇഷ്ടങ്ങൾക്കോ നോട്ടങ്ങൾക്കോ പ്രവൃത്തികൾക്കോ അർത്ഥമില്ല. അവൻ അർത്ഥമില്ലാതെ കരയാം, അവൻ അർത്ഥമില്ലാതെ ചിരിക്കാം, വേണമെങ്കിൽ അവൻ അർത്ഥമില്ലാതെ കൊല്ലാം. എനിക്കൊരാളെ കൊല്ലണം. ഒരു മുഴുഭ്രാന്തന്റെ അടങ്ങാത്ത ആഗ്രഹമാണ്. എനിക്കൊരാളെ കൊല്ലണം. ഗുണശീല, എന്തോ എനിക്കൊരാളെ കൊല്ലണമെന്ന്. കൊന്നോളൂ. അതിന് ഞാൻ ഒരാളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആളൊരു പയ്യനാ. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പയ്യന്മാരാവുമ്പോഴേ കൊല്ലാൻ എളുപ്പമായിരിക്കും. മുതലേ Come on, my boy. ശരിക്കും പേടിച്ചു. നാളെ പുതിയൊരു ഷൂട്ട് ഉണ്ടെന്നേ. എന്താ വേഷം ചോദിക്ക്. എന്താ വേഷം? ഭ്രാന്തൻ, മുഴുഭ്രാന്തൻ. അതൊന്ന് ചെയ്തു നോക്കിയതല്ലേ? കൊള്ളായിരുന്നു എന്റെ പെർഫോമൻസ്. കൊള്ളാമായിരുന്നു, പക്ഷേ കുറച്ച് റിഹേഴ്സലിന്റെ കുറവുണ്ടായിരുന്നു. ആ, അകത്ത് നിന്ന് റിഹേഴ്സൽ ചെയ്ത് എനിക്ക് ഇത്തിരി പണിയുണ്ട് അടുക്കളയിൽ.
കണ്ടതും ഭ്രാന്തനായിട്ട് അഭിനയിക്കണം. കലികാലം. നിർത്ത്. എന്താ നിങ്ങളുടെ പ്രശ്നം? അതെ ബംഗാളി ബ്രോസ്, നല്ല ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ നല്ല മനസ്സ് വേണം. എന്നെ പോലെ ഞാനേ നിങ്ങൾക്കായി ഉണ്ടാക്കിയതാ ഒരു പലഹാര. കഴിച്ചു നോക്ക്, എന്നിട്ട് വിവരം പറ. ഒരു കാര്യം മനസ്സിലായി, ബംഗാളികളെയും ഭ്രാന്തന്മാരെയും ഒരിക്കലും സഹായിക്കരുത്. അവരുടെ ആവശ്യം വരുമ്പോൾ അവർ ഒന്നാകും. അയ്യോ പോയേ. പോട്ടെ, നാളെ മറ്റവും വരും. വിൻ 80 ലക്ഷം. ഇന്ന് തന്നെ ഒരു 40,000 രൂപ ടിക്കറ്റ് നമ്മുടെ ഗോപാലിന്റെ കടയിൽ നിന്ന് എടുത്തോ. നീ പോണെങ്കിൽ പോളാ നിർമ്മലെ. എന്നെ അങ്ങനെ തോപ്പിക്കാൻ പറ്റൂലടാ. അക്ഷയകുമാരനെ ആർക്കും തോപ്പിക്കാൻ പറ്റൂലടാ. ഞാൻ ഇനി എടുക്കണ്ട. ഇപ്പൊ 40,000 രൂപയ്ക്ക് എന്നോടോ അതുകൊള്ള. എന്താ ഈ മൊബൈലില് കാണുന്നത്? ഞാനിവിടെ കാണട്ടെ. അയ്യേ, ഇത് ഗുണശീലം ഉദ്ദേശിക്കുന്നതല്ല. എന്റെ ഫോണിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. എന്റെ ഫോണിലെ കേരള സംസ്ഥാന ടിക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളും മാത്രമേ ഉള്ളൂ. ഞാനിപ്പോ വിൻവിനെടുക്കാനുള്ള ചില കണക്കുകൾ നോക്കാം. കണക്കൂട്ടിയാണോ ടിക്കറ്റ് എടുക്കുന്നത്? ഇത് ശാസ്ത്രീയമായ രീതിയൊന്നുമല്ല. ഞാൻ തന്നെ വികസിപ്പിച്ചെടുത്ത സംവിധാനം. ഗുണശീലം ആരോടും പറയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. പറയാ. അതായത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ കൂടെ റേഷൻ കാർഡിന്റെ നമ്പർ കൂട്ടണം. തെറ്റാതെ കൂട്ടണം. അങ്ങട്ട് അതിൽ നിന്ന് വീട്ടു നമ്പർ പതിയെ അങ്ങോട്ട് കുറയ്ക്കണം. കുറച്ചു എന്നിട്ട് അതിന്റെ കൂടെ ആധാർ കാർഡ് ഒരു 4 അക്ക നമ്പറും കൂടി ചേർത്ത് കഴിയുമ്പോ ഒരു 8 അക്ക നമ്പർ കിട്ടും. 8 അക്ക നമ്പറോ? ലോട്ടറി ടിക്കറ്റ് 6 അക്കല്ലേ ഉള്ളൂ. പ്രൈസ് അടിക്കണമെങ്കിൽ 7 അക്ക നമ്പറെങ്കിലും വേണം. എടാ ഭ്രാന്ത്, 6 അക്ക ഉള്ളൂ. ഞാനൊന്നും എടുക്കുന്നില്ല. 7 അക്ക നമ്പർ വേണം. 6 അക്കം 7 അക്ക നമ്പർ വേണം. അല്ല, ഇവനാണോ ഭ്രാന്ത് എനിക്കാണോ ഭ്രാന്ത്? 6 അക്കം 6 അക്ക നമ്പർ മതിയില്ലേ? ഇപ്രകാരം കൂട്ടി വരുമ്പോ എന്ത് കിട്ടും? നമ്പറിലേക്ക് എത്തിക്കണം. എന്ത് കിട്ടും? അത് ഞാൻ നോക്കാറില്ല. ടിക്കറ്റ് എടുക്കണം, പ്രൈസ് അടിക്കണം, അസുഖം മാറ്റണം. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരണം. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. നല്ല വൃത്തികെട്ട പാട്ട്. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. ആ പാട്ട് അങ്ങനെയല്ല പാടുന്നത്. ഇപ്പൊ ഈ പാടിയ പാട്ട് ശരിയല്ല. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരും. 2 രൂപ നോട്ട് കൊടുത്താൽ 2 ലക്ഷം കൂടെ പോരും. 3 രൂപയുടെ നോട്ടില്ല, അതുകൊണ്ട് 3 ലക്ഷം കൂടെ പോരില്ല. അങ്ങനെ വേണം. നാളെ വിൻമീൻ അടിച്ചു കഴിയുമ്പോ ഞാൻ പിന്നെ ആരാ? ഒരു കോടീശ്വരൻ. ഒരു കോടീശ്വരനായി കഴിഞ്ഞ ഏത് പാട്ടും പിന്നെ എങ്ങനെയും പാടാടോ. അങ്ങനെ സംഗീതത്തിന്റെ ഒരു കിടപ്പ്. ഈ പാട്ട് തന്നെ
ഹരികാമ്പോജി രാഗത്തില് തിരുവാതിര കളിപ്പാട്ടിന്റെ ഈടത്തില് നമുക്കൊന്ന് പിടിച്ചു നോക്കിയാലോ? നോക്കാലോ? നിന്നെ ഗുണശീല താങ്കളും കൂടിക്കോന്നേ. തുടങ്ങിക്കോളൂ. 1 രൂപ നോട്ടു കൊടുത്തൊരു ലക്ഷം കൂടെ പോരും അതെനിക്ക് ഉറപ്പാണു ഗാനഗന്ധർവോ. 1 രൂപ നോട്ടു കൊടുത്തൊരു ലക്ഷം കൂടെ പോരും ഉറപ്പാണു ഗാനഗന്ധർവോ. ഗുണശീല, ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഇവന്റെ ബ്രാൻഡ് മാറിയില്ലെങ്കിൽ അടുത്ത ഉത്സവത്തിന് ഒരു തിരുവാതിര ട്രൂപ്പും കൂടി ഇവിടെ ഉണ്ടാവും. ഗുണശീല, നമ്മുടെ ഇവിടെയുള്ളവർക്ക് സംഗീതത്തെ കുറിച്ച് യാതൊരു ഗന്ധവുമില്ല. നമുക്ക് ഇവരിൽ സംഗീതം വളർത്താനായിട്ട് ഒരു ഗാനമേള ട്രൂപ്പ് അങ്ങ് തുടങ്ങിയല്ലോ. അതേതായാലും നല്ല തമാശ. ആ. സ്കൂളിൽ പഠിക്കുമ്പോഴേ ഞാനും അത്യാവശ്യമൊക്കെ പാടായിരുന്നു. ഓ, സമ്മാനങ്ങളും കിട്ടിയിട്ടുണ്ട്. സംഘഗാനം ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. എന്നാ ഒന്ന് പാടി നോക്കുക, കേക്കട്ടെ. മഞ്ഞക്കിളി പച്ചക്കിളി മയിലാഞ്ചി കാട്ടിലെ വെള്ളക്കിളി. എങ്ങനെയുണ്ട്? എന്റെ ഗുണശീല, ആ പാട്ടൊക്കെ അങ്ങനെയാണോ പാടേണ്ടത്? പിന്നെ എങ്ങനെയാ? മഞ്ഞക്കിളി ആ. പച്ചക്കിളി ആ. സ്വർണ്ണക്കിളി വർണ്ണക്കിളി ആ. മഞ്ഞക്കിളി ആ. പച്ചക്കിളി സ്വർണ്ണക്കിളി വർണ്ണക്കിളി. അങ്ങനെ വേണം പാടാൻ. നന്നായിട്ടുണ്ട്. അപ്പോ നമുക്ക് ഗാനമേള ട്രൂപ്പ് അങ്ങോട്ട് ആരംഭിക്കാം. ആരംഭിക്കാം. എത്ര പാട്ട് മാഷ് കമ്പോസ് ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-15 പാട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 15 പാട്ട് വളരെ കുറഞ്ഞു പോയി. ഒരു 30 പാട്ടെങ്കിലും കമ്പോസ് ചെയ്ത് വെക്കണം. 30 പാട്ടല്ലേ? ആ 30 പാട്ട്. ആ 30 പാട്ട് ഞാൻ ഇപ്പൊ തന്നെ കമ്പോസ് ചെയ്ത് കൊണ്ടില്ല. ആ എനിക്ക് ആ. സംഗീതം എന്ന് പറഞ്ഞാൽ ഭ്രാന്താണ് ഗുണശീല. സംഗീതം എന്ന് പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഭ്രാന്ത. 30 പാട്ട്. ആ. 30 പാട്ടല്ലേ? ആ. ഇപ്പൊ തന്നെ ആ. ഇപ്പൊ തന്നെ ശരിയാക്കാം. പാട്ട് കേട്ട് ഭ്രാന്ത് കേട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ, പാട്ട് കേട്ട് ഭ്രാന്ത് പറഞ്ഞെങ്കിൽ എള്ള പാട്ട് കേട്ടാ മതി. ഓ വരിക, കുളിക്കാൻ സമയായി. ഞാനിപ്പോ കുളിച്ചതാ തിരുമേനി. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഞാൻ കുളിച്ചിട്ട് ഇപ്പൊ വരാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി പോയി കുളിക്കാം.